ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും മിറക്കിൾ പ്രൊഡക്റ്റ് ആണ്. എന്താണ് മിറക്കിൾ പ്രൊഡക്റ്റ്? എല്ലാവരും ഒന്ന് പറയൂ. ഹെൽത്ത് ഗാർഡ് ഫിസിക്കലി റിഫൈൻഡ് റൈസ് ബ്രാൻ ഓയിൽ. എന്താണ് ഇതിന്റെ പ്രത്യേകത? നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കാവുന്ന, നമ്മുടെ വീട്ടിലേക്ക് ദൈനംദിന കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാചക എണ്ണ. ലോകത്തിലെ മികച്ച പാചക എണ്ണയിൽ ഒന്നാണ് നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ, അരിയുടെ തവിടിൽ നിന്ന് എടുക്കുന്ന എണ്ണ. കാരണം എന്താണ്? ഇതിന് നമുക്ക് കുറച്ച് എണ്ണയുടെ അളവേ ആവശ്യമുള്ള. 1 ലിറ്റർ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നിടത്ത് 700 മില്ലി മതി. ഇന്ന് ഏറ്റവും ബെസ്റ്റ് പാചക എണ്ണ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഉച്ചത്തിൽ പറയാം റൈസ് ബ്രാൻ ഓയിൽ ഫിസിക്കലി റിഫൈൻഡ് ആണെന്ന് പറയാം. അതുപോലെ 3 തരം ആന്റി ഓക്സിഡന്റുകൾ നമ്മുടെ ശരീരത്തിലെ രോഗങ്ങളെ ഇല്ലാതെയാക്കാൻ, രോഗങ്ങളെ ചെറുക്കാൻ, അഥവാ രോഗങ്ങളുണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന, അതുപോലെ തന്നെ നിരവധി കേന്ദ്ര ഗവൺമെന്റിന്റെ അവാർഡുകൾ കിട്ടിയ 30 രാജ്യത്തിലധികം എക്സ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് കുക്കിംഗ് ഓയിലാണ് നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ. ഇത് നമ്മൾ ഉപയോഗിക്കുന്നവരെല്ലാവരുമാണ് ഇവിടെ അല്ലേ? എല്ലാവരും ഒന്ന് കൈവെക്കൂ. റൈസ് ബ്രാൻ ഓയിൽ ഉപയോഗിക്കുന്നവരെ നല്ലൊരു കൈയടി നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ, ഹെൽത്ത് ഗാർഡ് ഓയിൽ കൊടുക്കാം. ഇതകത്തേക്ക് കുടിക്കാം. വെറും വയറ്റിൽ കഴിച്ചാൽ വൈറസ് സംബന്ധമായ അസുഖങ്ങളും മാറും. തലയിൽ തേക്കാം, മേത്ത് തേച്ച് കുളിക്കാം, പാചക എണ്ണയായിട്ട് ഉപയോഗിക്കാം, കണ്ണിലും വേണമെങ്കിലൊക്കെ ഒഴിക്കാം, നമുക്ക് വിളക്ക് കത്തിക്കാനും ഉപയോഗിക്കാം. അതിൽ നിന്ന് തന്നെ എടുക്കുന്ന ഒരു ഗാമ ഒറേസിനോൾ എന്ന് പറഞ്ഞ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ ഒരു പ്രോഡക്റ്റ് ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ നമ്മുടെ അകത്തേക്ക് പോകുന്ന ടോക്സിൻസിനെ നിർവീര്യമാക്കാനും നമ്മളെ രോഗങ്ങളെ, ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാനും അഥവാ ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാനും സഹായിക്കുന്ന മിറക്കിൾ പ്രോഡക്റ്റ് ഗാമ ഒറേസിനോൾ. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നവരാണ്. ഇന്ന് ഗാമ ഒറേസിനോൾ കഴിച്ചു വന്നവരെല്ലാവരും ഒന്ന് കൈവെക്കൂ. ഓക്കെ, താങ്ക് യു. നല്ലൊരു കൈയടി നമ്മുടെ ഗാമ ഒറേസിനോളിൽ കൊടുക്കാം. അതുപോലെ വേറൊരു പ്രോഡക്റ്റ് സെഗ്മെന്റ് ആണ് ന്യൂട്രി ചാർജ് സെഗ്മെന്റ്. ഈ ന്യൂട്രി ചാർജ് എന്ന് പറഞ്ഞാൽ ചാർജിങ് അവർ ബോഡി വിത്ത് ന്യൂട്രീഷൻ. ഇന്ന് നമ്മൾ 3 നേരം കഴിക്കുന്ന നമ്മുടെ പ്ലേറ്റിൽ, നമ്മുടെ മക്കളുടെയും നമ്മുടെയും പ്ലേറ്റിൽ കിട്ടേണ്ട ന്യൂട്രിയൻസ് നമുക്ക് കിട്ടുന്നില്ല. ഭക്ഷണമായിട്ട് കിട്ടേണ്ട ന്യൂട്രിയൻസ് കിട്ടുന്നില്ല. ആ ഗ്യാപ്പിന് എത്രയാണോ നമുക്ക് കിട്ടേണ്ടത്, ഒരു സ്ത്രീക്ക് 29 മില്ലിഗ്രാം അയൺ പീരീഡ്സ് ഉള്ള സ്ത്രീക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു പകുതി പോലും കിട്ടാത്ത സാഹചര്യത്തിൽ കിട്ടുന്നതും നമ്മൾ കഴിക്കുന്നതും കിട്ടേണ്ടതും, നമുക്ക് കിട്ടേണ്ടത് 29, പക്ഷെ നമ്മൾ കഴിക്കുന്നത് വളരെ തുച്ഛം. ആ ഗ്യാപ്പിനെ ഫില്ല് ചെയ്യാനായിട്ടാണ് നമ്മുടെ ന്യൂട്രി ചാർജ് സപ്ലിമെന്റ്സ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ അകത്തേക്ക് പോകുന്നതെല്ലാം നിറം നോക്കി, മണം നോക്കി, രുചി നോക്കിയാണെങ്കിൽ അതിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് വേണ്ട പോഷകങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ ആ പോഷകക്കുറവ് പരിഹരിക്കാനും അതുപോലെ തന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് മൂലമുണ്ടാകുന്ന രോഗങ്ങളെ ചെറുക്കാനും സഹായിക്കുന്ന വേൾഡ് ക്ലാസ് പ്രോഡക്റ്റ്, ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ പ്രോഡക്റ്റ് ആണ് നമ്മുടെ ന്യൂട്രി ചാർജ് സെഗ്മെന്റ്. ഡയബറ്റിസിന്റെ ആസ്ഥാനമായിട്ട് ഇന്ന് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ ആ ഷുഗർ ഉള്ള ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്കുള്ള ഒരു മിറക്കിൾ പ്രോഡക്റ്റ് ആണ് മധുസയ്യം റാസ് എന്ന് പറഞ്ഞത്. 12ഓളം ഔഷധ സസ്യങ്ങൾ ചേർന്നിട്ടുള്ള, ഔഷധ സസ്യങ്ങളുടെ ചേരുവകൾ ചേർന്നിട്ടുള്ള ഷുഗറിന് വേണ്ടി ഉപയോഗിക്കാവുന്നത്. അതുപോലെ തന്നെ ഇന്ന് മാംസാഹാര പ്രിയരാണ് കേരളത്തിലുള്ള മലയാളികൾ. പ്രത്യേകിച്ചും അവരെ മാംസാഹാരത്തിന്റെ ദോഷഫലങ്ങളിൽ നിന്ന് രക്ഷിക്കാനും അതിലൂടെ തന്നെ നമുക്ക് പ്രോട്ടീൻ, വൈറ്റമിൻസ് എല്ലാം കിട്ടുന്നതിനും വേണ്ടി പ്രകൃതിയെ സംരക്ഷിക്കാനും മനുഷ്യന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാനും ഗുഡ് ഡോട്ട് എന്ന് പറഞ്ഞ ശ്രേണിയിൽ നമുക്ക് എടുത്തു പറയാവുന്ന പ്രോഡക്റ്റുകളുണ്ട്. അതിലൊരു മിറക്കിളാണ് നമ്മുടെ നൂഡിൽസ്. നൂഡിൽസ് ഇഷ്ടമുള്ളവരല്ലേ എല്ലാവരും? കൈവക്കോ. നൂഡിൽസ് ഇഷ്ടമുള്ളവരെല്ലാവരും ഈ നൂഡിൽസ് നമ്മുടെ കുട്ടിക്ക് കൊടുത്താൽ പ്രോട്ടീൻസ് കിട്ടും, വൈറ്റമിൻസ് കിട്ടും, മിനറൽസ് കിട്ടും, ഫൈബറും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ട് ലോകത്തിലെ ഏറ്റവും ഹെൽത്തി നൂഡിൽസും അതുപോലെ ഇറച്ചിയെ വെല്ലുന്ന രീതിയിൽ ടേസ്റ്റിൽ ഉപയോഗിക്കാവുന്ന വെജിറ്റേറിയൻ ബൈറ്റ്സ്, പോർക്ക് ഫ്രൈ ആയിട്ടോ ലിവർ ഫ്രൈ ആയിട്ടോ ബീഫ് ഫ്രൈ ആയിട്ടോ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെയുള്ള ഗുഡ് ഡോട്ട് എന്ന് പറഞ്ഞ സെഗ്മെന്റ് നമുക്കുണ്ട്. പിന്നെ നമ്മുടെ വിഷരഹിത പച്ചക്കറി കിട്ടിയാൽ മാത്രമേ നമുക്ക് അകത്തേക്ക് പോകുന്നത് ശുദ്ധമാണെന്ന് പറയാൻ പറ്റുള്ളൂ. ശരിയല്ലേ? ഇന്ന് വിഷമുള്ള പച്ചക്കറികളാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനും നമ്മുടെ ചുറ്റുമുള്ളവരെ രക്ഷിക്കാനും നമ്മുടെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന മണ്ണിനെ തിരിച്ചു കൊണ്ടുവരാനും ഇസ്രായേൽ സാങ്കേതിക വിദ്യയിൽ നാനോ ടെക്നോളജി നിർമ്മിച്ചിരിക്കുന്ന ഹരിത സഞ്ജീവിനി, തെങ്ങിനും ജാതിക്കും പച്ചക്കറികൾക്കും അടുക്കളത്തോട്ടത്തിനും എല്ലാം ഉപയോഗിക്കാവുന്ന ഹരിത സഞ്ജീവിനി. അതിലെടുത്തു പറയേണ്ട ഒരു പ്രോഡക്റ്റാണ് ഗാർഡൻ ഗോൾഡ്. ഗാർഡൻ ഗോൾഡ് ഉപയോഗിക്കുന്നവരൊക്കെ ഒന്ന് കൈവെക്കൂ. നല്ലൊരു കൈയടി നമ്മുടെ ജൈവവളമായിട്ടുള്ള ഗാർഡൻ ഗോൾഡിന് കൊടുക്കാം.
അതുപോലെ സ്വേച്ഛ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ചായപ്പൊടി തൊട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മിക്സ്ചറുകൾ, ബിസ്ക്കറ്റുകൾ, അങ്ങനെ വീട്ടിലേക്ക് മറ്റു കടകളിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന സാധനങ്ങളെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി സാധനങ്ങളെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്വേച്ഛ ബ്രാൻഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മായമില്ലാത്ത, പ്രിസർവേറ്റീവ്സ് ഇല്ലാത്ത, എസൻസ് എടുത്തു മാറ്റാത്ത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ ഒരു അവസരം നമുക്ക് ആര് തരുന്നു? RCMലൂടെ TCG നമുക്ക് തരുന്നു. അങ്ങനെയുള്ള ഈ പ്രോഡക്റ്റുകളെല്ലാം നമ്മുടെ അടുക്കളയിൽ ഭാഗമാക്കുക. അതുപോലെ ഹോം കെയർ, വീട്ടിൽ നമുക്ക് ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കാനുള്ള സോപ്പ് പൗഡർ, അലക്ക് സോപ്പ്, അതുപോലെ ക്ലീനിങ് സൊല്യൂഷൻസ്, ഇന്ന് മറ്റു മാരകമായിട്ടുള്ള കെമിക്കലുകൾ ചേർന്ന ഡിഷ് വാഷ് ലിക്വിഡും ടോയ്ലറ്റ് ക്ലീനറുകളും എല്ലാം ഉപയോഗിച്ച് നമ്മുടെ കൈകളും മറ്റു അകത്തേക്ക് പോകുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം നമ്മൾ രക്ഷിക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ പേഴ്സണൽ കെയർ, പേസ്റ്റ് മുതൽ രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ഉപയോഗിക്കുന്ന പേസ്റ്റ് മുതൽ കുളിക്കാൻ ഉപയോഗിക്കുന്ന ഗ്രേഡ് 1 സോപ്പ്, TFM 76 സോപ്പ്, അതുപോലെ ആയുർവേദ ചേരുവകളും, അതുപോലെ ഫ്ലൂറൈഡ് ഇല്ല, എല്ലുപൊടിയില്ല, ജലാറ്റിൻ ഇല്ല, നിക്കോട്ടിൻ ഇല്ലാത്ത നമ്മുടെ പല്ലിന്റെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനായി കൊടുക്കാൻ പറ്റുന്ന ഹെർബൽ പേസ്റ്റ് മുതൽ ഷാമ്പു മുതൽ മോയ്സ്ചറൈസിങ് ക്രീം മുതൽ നിരവധി ഉൽപ്പന്നങ്ങൾ നമ്മുടെ പേഴ്സണൽ കെയർ ബ്രാൻഡിൽ നമുക്ക് ലഭ്യമാണ്. അതോടൊപ്പം കീസോൾ, ഇന്ന് കീസോൾ ഇട്ട് വന്നവരൊക്കെ ഒന്ന് കൈ വെക്കൂ. നല്ലൊരു കീസോൾ കൈയടി അടിക്കൂ. കീസോളിന്റെ പ്രത്യേകത എന്താ? നമുക്ക് പുറത്തും സുന്ദരിയാവാം, അകത്ത് സുന്ദരിയാവാൻ ന്യൂട്രി ചാർജ് കഴിക്കാം, പുറത്ത് സുന്ദരിയാവാൻ കീസോൾ ഉപയോഗിക്കാം. ഞാൻ കീസോൾ എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്, നിങ്ങളും കീസോൾ ഉപയോഗിക്കാം. ഇന്ന് ഒരുപാട് സ്ത്രീകളും പെൺകുട്ടികളും പുരുഷന്മാരും പുറത്തുനിന്ന് മാരകമായ കെമിക്കൽ ചേർന്ന സൺസ്ക്രീനുകളും അതുപോലെ കോസ്മെറ്റിക്കുകളും ലിപ്സ്റ്റിക് പോലത്തെ നെയിൽ പോളിഷ് പോലത്തെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ സേഫായിട്ട് പാരബൻ ഇല്ലാത്ത, അതുപോലെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടി മറ്റ് കെമിക്കലുകളൊന്നും ചേർക്കാതെ, ശരീരത്തിന് ഹാനികരമായ ഒരു കെമിക്കലും ചേർക്കാതെ, മൃഗങ്ങളുടെ പാർട്സ് ഒന്നുമില്ലാത്ത നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കീസോൾ ഉൽപ്പന്നങ്ങൾ. ലേഡീസിന്റെ അണ്ടർ ഗാർമെന്റ്സ്, കാരണം എന്താണ്, നമ്മളിന്ന് പുറത്തുനിന്ന് വാങ്ങുന്ന തുണികൾ പലതും ശരീരത്തിന് പല ചൊറിച്ചൽ പോലത്തെ സ്കിൻ ഡിസീസ് ഉണ്ടാകുന്നു. പലരും റോങ് സൈസ് ബ്രാ ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇതിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കീസോളിന്റെ ബ്രാൻഡിൽ ലോഞ്ചറീസ് നമുക്ക് തന്നിട്ടുണ്ട്. മുരിങ്ങ പ്രോഡക്ട്സ്, ഇന്ന് എല്ലാ മലയാളികളുടെ വീട്ടിലും മുരിങ്ങയുടെ ഒരു മരമെങ്കിലും ഉണ്ടായിരിക്കും. മുരിങ്ങയുടെ പ്രത്യേകത എന്താ? ടോക്സിൻസിനെ ഇല്ലാതാക്കാൻ സഹായിക്കും, സ്കിൻ റെജുവിനേഷന് സഹായിക്കുന്ന മുരിങ്ങ ഉൽപ്പന്നങ്ങൾ. സ്ത്രീകളുടെ സാനിറ്ററി നാപ്കിൻ, ഇത് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് വന്ധ്യത പോലത്തെ, ക്യാൻസർ പോലത്തെ ഗർഭാശയ സംബന്ധമായ പ്രശ്നങ്ങൾ. ഇതിൽ നിന്നും രക്ഷ നേടാൻ നമുക്ക് നാച്ചുറലായിട്ട് അല്ലെങ്കിൽ കോട്ടൺ ഉൽപ്പന്നങ്ങൾ ചേർന്ന VOC ചേർക്കാത്ത, ഫാലറ്റ്സ് ചേർക്കാത്ത സാനിറ്ററി നാപ്കിനുകൾ, നമ്മുടെ ഡ്രസ്സുകൾ. ഇന്ന് നമ്മുടെ RCMന്റെ ഡ്രസ്സ് ഇട്ട് വന്നവരെല്ലാവരും ഒന്ന് കൈവക്കൂ. നല്ലൊരു കൈയടി നമ്മുടെ RCMന്റെ ഡ്രസ്സിന് കൊടുക്കുക. കാരണം ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ RCMന്റെ ഡ്രസ്സ് മാത്രമേ ഉപയോഗിക്കുമെന്ന് തീരുമാനമെടുക്കുക. കാരണം എന്താണ്? നമ്മുടെ സീമാസിന്നോ കല്യാണിന്നോ സാരി വാങ്ങിച്ചാൽ ആരുടെ അക്കൗണ്ടിലേക്ക് പൈസ പോകും? സീമാസിന്റെ ഓണറുടെ അക്കൗണ്ടിലേക്ക് പോകും. RCMന്റെ ഡ്രസ്സ് വാങ്ങിച്ചാൽ എൻ്റെ അക്കൗണ്ടിലേക്കാണ് പൈസ വരുന്നത്. കൊണ്ടാണ് ഞാൻ RCMന്റെ സാരി എടുത്തിവിടെ വന്നിരിക്കുന്നത്. അടിപൊളി സാരി അല്ലേ? അപ്പൊ നല്ലൊരു കൈയടി നമ്മുടെ ഡ്രസ്സുകൾക്ക് കൊടുക്കുക. ചെരുപ്പുകൾ, ബാഗുകൾ എന്ന് തുടങ്ങി നമ്മുടെ വീട് പെയിന്റ് അടിച്ച് സുന്ദരമായിട്ട് നമ്മൾ ഇത്ര നാളും അകത്തേക്ക് കഴിക്കുന്നതും അതുപോലെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളുമാണ് നമുക്ക് തന്നിരുന്നത് RCMെങ്കിൽ, ഇന്ന് ഇതാ നമുക്ക് വീട് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് പെയിന്റ് അടിച്ചുകൊണ്ട് ആ വീട്ടിൽ നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും വരാതെ മണ്ണിനെ സംരക്ഷിച്ചുകൊണ്ട് VOC ഇല്ലാത്ത, അതുപോലെ ഹെവി മെറ്റൽസ് ഇല്ലാത്ത ഓവിറ പെയിന്റ് നമുക്ക്. എത്ര പേര് വീട് ഓവിറ പെയിന്റ് അടിച്ചു? എത്ര പേര് ജൽറാക്സ് ടെറസിൽ അടിച്ചു? ചൂട് കുറയാൻ 10 ഡിഗ്രി വരെ ചൂട് കുറയാനും, അതുപോലെ തന്നെ നിങ്ങൾക്ക് AC-യിൽ ഇരിക്കുന്ന പോലെ വീട്ടിലിരിക്കാനും, വിള്ളലുകൾ വരാതിരിക്കാനും വീടിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതുപോലെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ, ഇയർബഡ്സ് ഉണ്ട്, ഫാനുകളുണ്ട്, ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇന്ന് RCMലുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചാൽ നമുക്ക് എന്താ സംഭവിക്കുക? PV കയറി വരും. 5000 PV ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, 10000 PV ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ഇന്ന് 10000 PV ചെയ്തു വന്നവർ എത്ര പേരുണ്ട്? ഒന്ന് കൈവക്കും. ഇത്രയും പേരുണ്ട്. അവർക്കൊരു ടാഗ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ? 10000 PV. ഞാനും 10000 PV ചെയ്താണ്. 10000 PV ചെയ്യാനുള്ള ഒരു സൂത്രവാക്യമാണ് ഇവിടെ പറഞ്ഞത്. നിങ്ങളുടെ വീട്ടിൽ രാവിലെ മുതൽ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ നിങ്ങളൊരു ലിസ്റ്റ് എടുത്ത് എഴുതുക.
അതിന്റെ സൈഡിൽ RCMൽ നിന്നാണെങ്കിൽ ഒരു ടിക്കറ്റ്, RCMൽ നിന്നല്ലെങ്കിൽ അവിടെ ഒരു ഇൻഡുട. ആ ഇൻഡുട്ട സാധനങ്ങളെല്ലാം നിങ്ങൾ RCMൻ്റെതാക്കി മാറ്റുമ്പോൾ നിങ്ങൾക്ക് 10,000 അല്ല 25,000 PV ചെയ്യാനും, അതുപോലെ ഒരുപാട് കുടുംബങ്ങളെ അതിലേക്ക് മാറ്റുമ്പോൾ ഈ 10,000 25,000 PV ചെയ്യാനും സാധിക്കും. 10,000 PV ചെയ്യുന്നവർ ഇന്നൊരു VIP ആയി കൺസിഡർ ചെയ്തുകൊണ്ട് സ്പെഷ്യൽ സീറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നാളെയും ഇനിയുള്ള പ്രോഗ്രാമുകളിലും നമുക്കിതുപോലെ സ്പെഷ്യൽ റെക്കഗ്നീഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. ഇത്രയും നല്ല ഉൽപ്പന്നങ്ങൾ നമുക്ക് തരികയും അതിലൂടെ തന്നെ ഒരു വരുമാന മാർഗം കിട്ടുകയും അത് മറ്റുള്ളവർക്ക് കൊടുത്താൽ അവർക്കൊരു നന്മയായി മാറുകയും ചെയ്യുന്ന വേറെ ഒരു പ്രസ്ഥാനവും ലോകത്തില്ല. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന്യ സുഖത്തിനായി വരയണമെന്ന ഗുരുദേവ വചനം അന്വർത്ഥമാക്കുന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ടാണ് ഞാൻ ജോലി റിസൈൻ ചെയ്ത് RCMലേക്ക് വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും RCMലൂടെ വിജയങ്ങൾ ഉണ്ടാകട്ടെ. ജയ് RCM, ഗുഡ് RCM. താങ്ക് യു ഓൾ. താങ്ക് യു മാഡം. താങ്ക് യു മാഡം. നമുക്ക് നമ്മുടെ RCMന്റെ പ്രോഡക്റ്റ് സെഗ്മെന്റ് വളരെ കൃത്യമായിട്ട് നമുക്ക് ഷോളി മാഡം പറഞ്ഞു തന്നു. ഷോളി മാഡത്തിന് ഒരിക്കൽ കൂടി നല്ലൊരു കാര്യം കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾക്ക് ഒരു വെക്കേഷൻ മാസത്തിൽ കൂടിയാണ് നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ കടന്നു പോകുന്നത്. വീട്ടിലെ കുട്ടികൾക്ക് നമ്മൾ വെക്കേഷൻ